കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ കേരളത്തിലെ സാമൂഹ്യാവസ്ഥയിലുണ്ടായ മാറ്റം കുടുംബാന്തരീക്ഷത്തിന്റെ കെട്ടുറപ്പാണ് ഇല്ലാതാക്കിയത്. സമൂഹത്തെക്കാൾ വ്യക്തിക്കാണ് പ്രാധാന്യമെന്ന പുതുതലമുറയുടെ ചിന്ത ദാമ്പത്യ ബന്ധങ്ങളെ തകർക്കുന്ന കാഴ്ച. ഭാര്യാഭർത്താക്കന്മാരുടെ വിവാഹേതര ബന്ധങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നു. വഴിവിട്ട സൗഹൃദങ്ങളിൽ കുടുങ്ങി സ്വന്തം കുടുംബജീവിതം തന്നെ അപകടത്തിലാകുന്ന അവസ്ഥ. കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് 6000-ലേറെ ഒളിച്ചോട്ട കേസുകളാണ്. ഇതിൽ 65% വിവാഹിതരായ സ്ത്രീകൾ. നൊന്തു പ്രസവിച്ച മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിപ്പോകുന്ന യുവതികളും കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുന്ന അമ്മമാരും. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മയുടെ കാമുകനാണ്. ഇതോടൊപ്പം എറണാകുളം കിഴക്കമ്പലത്ത് കാമുകന്റെ വിവാഹം എതിർത്ത യുവതിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. നമ്മളൊക്കെ അമ്മയുടെ സ്നേഹവും കരുതലും ആവോളം അനുഭവിച്ചിട്ടുള്ളവരാണ്. മക്കളൊന്ന് വീണാൽ അവരുടെ നെഞ്ചു നീറും. ഒരു ചെറിയ മുറിവ് കണ്ടാൽ അമ്മയുടെ ഉള്ളു പിടയും. അങ്ങനെ നിസ്വാർത്ഥമായ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് അമ്മ. എന്നാൽ ഇക്കാലത്ത് ചില വെറുക്കപ്പെട്ട സ്ത്രീകളുണ്ട്. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി മക്കളെ പോലും കുരുതി കൊടുക്കുന്നവർ. അവർക്ക് കുഞ്ഞുങ്ങളുടെ സുരക്ഷയേക്കാൾ കാമുകന്റെ സുഖമാണ് വലുത്. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും രണ്ടാനച്ഛനും പിടിയിലായ സംഭവം ഞെട്ടലോടെയാണ് കേട്ടത്. നെടുമങ്ങാട് സ്വദേശികളായ അഖില, അഷ്കർ എന്നിവരാണ് കസ്റ്റഡിയിലായത്. തുടർച്ചയായി മർദ്ദനമേറ്റതും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെടുമങ്ങാട് പനമൂരുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. കുട്ടിയുടെ മാതാവ് അഖില ദിവസങ്ങളായി ജോലി ആവശ്യാർത്ഥം തമിഴ്നാട്ടിലായിരുന്നു. 1.5 വയസ്സുള്ള മകൻ അർഷാദും രണ്ടാനച്ഛൻ അഷ്കറും മാത്രമായിരുന്നു ഈ ദിവസങ്ങളിൽ വീട്ടിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 4:30-യോടെ പനമൂരുള്ള ആംബുലൻസ് ഡ്രൈവറും ബന്ധുവുമായ അൻസിലിനെ വിളിച്ച അഷ്കർ കുട്ടിക്ക് ഗുരുതരമാണെന്നും ആംബുലൻസുമായി എത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് പനമൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് SIT ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ കാൽപാദങ്ങളിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിരവധി പൊള്ളലേറ്റ പാടുകളും മറ്റ് മുറിവുകളും കണ്ടെത്തിയതോടെ പോലീസിനെ വിവരം അറിയിച്ചത്. ജനനേന്ദ്രിയത്തിലടക്കം മുറിവുകളുണ്ടെന്ന് ഇൻക്വസ്റ്റിൽ കണ്ടെത്തി. സിഗരറ്റ് വെച്ച് കുത്തിയതുപോലുള്ള വട്ടത്തിലുള്ള പാടും ശരീരത്തിലുണ്ട്. ചോറ് കൊടുക്കുന്നതിനിടെ കുഞ്ഞ് ഛർദ്ദിച്ചെന്നും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്നുമാണ് അഷ്കർ പോലീസിന് നൽകിയ മൊഴി. കുഞ്ഞിന് ക്രൂരമർദ്ദനമേറ്റിരുന്നതായി വ്യക്തമായതോടെയാണ് അഖിലയെയും അഷ്കറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പാലോട് സ്വദേശിയായ അഖിലാണ് കുട്ടിയുടെ പിതാവ്. കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് അഖിലും ബന്ധുക്കളും രംഗത്ത് വന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വിട്ടു നൽകിയ മൃതദേഹം പിതാവിന്റെ പാലോടുള്ള വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 1.5 മാസം മുൻപ് കുട്ടിയുടെ 2 കൈകളും ഒടിഞ്ഞിരുന്നു. കളിപ്പാട്ടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്നായിരുന്നു അമ്മയുടെ മൊഴി. ഇതിലും ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വിവാഹേതര ബന്ധങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും നിരവധി പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ചില പുരുഷന്മാർക്ക് കല്യാണത്തിന് മുൻപ് വഴിവിട്ട സൗഹൃദങ്ങൾ ഉണ്ടാകും. പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കാമെന്നൊക്കെ കരുതും. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്നവർ എറണാകുളം കോതമംഗലം സ്വദേശി നിതിന്റെ കഥയൊന്ന് കേൾക്കണം. ബാങ്ക് ജീവനക്കാരനായ നിതിൻ ഒരു വീട്ടമ്മയുമായി ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു. അതിനിടെ അയാൾക്ക് ഒരു കല്യാണാലോചന വരുന്നു. അതോടെ വീട്ടമ്മയുമായുള്ള സൗഹൃദം ഉപേക്ഷിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പെൺസുഹൃത്ത് ബന്ധമൊഴിയാൻ തയ്യാറായില്ല. അതേ തുടർന്നുള്ള വാക്കുതർക്കം വധശ്രമത്തിലാണ് കലാശിച്ചത്. യുവതിയെ അതിക്രൂരമായി തല്ലിച്ചതച്ച് കൈകൾ കൂട്ടിക്കെട്ടി റോഡിൽ തള്ളിയ കേസിൽ 31-കാരനെ കിഴക്കമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തു.
തിങ്കളാഴ്ച വിവാഹം നടക്കാനിരിക്കെയാണ് പ്രതി പിടിയിലായത്. വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടതിന് കാമുകിയെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും മരിച്ചെന്നു കരുതി കൈകൾ കൂട്ടിക്കെട്ടി റോഡിൽ തള്ളുകയും ചെയ്ത കേസിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോതമംഗലം സ്വദേശി നിതിന്റെ വിവാഹം തിങ്കളാഴ്ച നടക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ വിവാഹത്തിൽ നിന്നും നിതിൻ പിന്മാറണമെന്ന് കാമുകി ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം. ഇതേ തുടർന്ന് അയാൾ യുവതിയെ മർദ്ദിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരനായ നിതിനും പട്ടിമറ്റം സ്വദേശിയും ഒരു കുട്ടിയുടെ അമ്മയുമായ യുവതിയും തമ്മിൽ ദീർഘനാളായി സൗഹൃദത്തിലായിരുന്നു. നിതിന്റെ വിവാഹം ഉറപ്പിച്ചതോടെ ബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് യുവതി ആവശ്യപ്പെട്ടു. ഇതേ ചൊല്ലി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഇവർ തമ്മിൽ വഴക്കും അടിപിടിയും ഉണ്ടായി. കടുത്ത മർദ്ദനത്തിനൊടുവിൽ യുവതി മരിച്ചെന്ന് കരുതി നിതിൻ ഇവരുടെ കൈകൾ കൂട്ടിക്കെട്ടി കോതമംഗലം ന്യൂ ബൈപ്പാസിൽ കോഴിപ്പള്ളി ഭാഗത്തെ വിജനമായ കുറ്റിക്കാട്ടിൽ തള്ളുകയായിരുന്നു. പ്രതി യുവതിയുടെ 12 പവൻ സ്വർണവും കവർന്നു. പുലർച്ചെ ബോധം വീണ്ടു കിട്ടിയ യുവതി ഇഴഞ്ഞു നീങ്ങി കോഴിപ്പള്ളി ജംഗ്ഷനിലെത്തി നാട്ടുകാരെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുന്നത്നാട് CI S ശിവലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിതിനെതിരെ വധശ്രമത്തിനുൾപ്പെടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ കുടുംബങ്ങളിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല ദാമ്പത്യ ബന്ധങ്ങളും തകർച്ചയുടെ വക്കിലാണ്. ഗാർഹിക പീഡനം കാരണം യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കാസർഗോഡ് ജില്ലയിൽ മാത്രം 4 സ്ത്രീകളാണ് ജീവനൊടുക്കിയത്. കാസർഗോഡ് കാറടുക്കയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയതാണ് ഒടുവിലത്തെ സംഭവം. മൂടാൻകുളത്തെ രാജേഷിന്റെ ഭാര്യ സൗവർണികയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചത്. 1 മാസം മുൻപാണ് കുടുംബം പുതിയതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത്. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക ബന്ധത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ കർമ്മന്തൊടി മൂടാംകുളത്ത് വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗവർണികയെ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പുതുതായി പണിത വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലാണ് സംഭവം. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഴെയിറക്കി മുള്ളേരിയിലെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുളിയാർ പാത്തനടക്കം സ്വദേശിനിയായ സൗവർണിക നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യയാണ്. ദമ്പതിമാർക്ക് 2 മക്കളുണ്ട്. 1 മാസം മുൻപാണ് കുടുംബം പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയത്. ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഭർത്താവ് രാജേഷ് കുമാർ പിന്നീട് ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 ശനിയാഴ്ച രാവിലെ 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് സൗവർണിക ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. വിവരമറിഞ്ഞ് ഭർത്താവ് രാജേഷ് കുമാർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആദൂർ ഇൻസ്പെക്ടർ RC ബിജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ ഭർത്തൃമതികളായ യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം തുടർക്കഥയാകുന്നത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. സൗവർണികയുടെ മരണം കൂടാതെ കാസർഗോട്ടും പരിസരങ്ങളുമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 യുവതികളാണ് ജീവനൊടുക്കിയത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിലും നവവധു ജീവനൊടുക്കി. നൃത്ത അധ്യാപികയായ സാന്ദ്ര താരയാണ് മരിച്ചത്. എല്ലാ സംഭവങ്ങളിലും പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. കൊച്ചി കുമ്പളങ്ങി മാർക്കറ്റ് രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമാണ്. കച്ചവടക്കാരെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ മദ്യപാനവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും പതിവ്. പലതവണ നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ
മാർക്കറ്റിൽ നിന്നും വലിയ ബഹളവും നിലവിളിയും കേട്ടിരുന്നു. രാവിലെ വ്യാപാരികൾ എത്തിയപ്പോഴാണ് ഒരാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് തമിഴ്നാട് സ്വദേശി മാഹിനെ കൊലപ്പെടുത്തിയത്. കേസിൽ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പള്ളിക്കൽ സ്വദേശി മനോജിന്റെ പച്ചക്കറിക്കടയ്ക്കുള്ളിലാണ് മാഹിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ കടയുടമെത്തി കട തുറന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നതും. മൃതദേഹത്തിൽ 5 വെട്ടേറ്റ പാടുകളുണ്ട്. മുഖത്തും കഴുത്തിലും തോളിലുമാണ് ഗുരുതരമായി വെട്ടേറ്റിരിക്കുന്നത്. രാത്രി കടയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അക്രമി സംഘം കൊലപ്പെടുത്തുകയായിരിക്കുമെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ ലഹരിക്ക് അടിമകളാണെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കുമ്പളങ്ങി മാർക്കറ്റിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. ഇവിടെ ഈ ഇല്ലിക്കൽ ജംഗ്ഷനിൽ ഈ മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ നാളായിട്ട് 4-5 ഈ മദ്യം ലഹരിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ റിലേ പോയ ഇതുപോലത്തെ 3-4 പേരിവിടെ ഉണ്ട്. ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം മാർക്കറ്റിൽ വെച്ച് വേറൊരാൾ ഇതുപോലെ തന്നെ കത്തിയെടുത്ത് വീശിയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റിയില്ലെങ്കിൽ ഇനി ഇതും കുമ്പളെങ്കിൽ ഇതും ഇനി കൂടുതൽ ആവർത്തിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ അധികാരികൾ വേണ്ടപ്പെട്ടവർ പലപ്പോഴും നമ്മളൊക്കെ ഇവിടെ വേണ്ടപ്പെട്ടവരോട് പരാതി പറയുമ്പോൾ അവർക്ക് മാനസികമായിട്ട് കുഴപ്പക്കാരായിട്ടുള്ളവരാണെന്നുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊച്ചി. പോലീസിന്റെ അന്വേഷണ മികവ് കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ട കേസുകളിലൊന്നാണ് ആലപ്പുഴ മുതുകുളത്തെ തങ്കമ്മ എന്ന വയോധികയുടെ കൊലപാതകം. ഒരു തിരോധാനത്തിൽ തുടങ്ങിയ അന്വേഷണമാണ്. 12 മണിക്കൂറിന് ശേഷമാണ് പോലീസ് മൃതദേഹം കണ്ടെത്തുന്നത്. തങ്കമ്മയെ ജീവനോടെ കായലിൽ കെട്ടിത്താഴ്ത്തിയെന്ന് കണ്ടെത്തിയെങ്കിലും ആരാണ് കൊലയാളി എന്ന് തെളിയിക്കാനായിരുന്നു വെല്ലുവിളി. ഫോൺ രേഖകളോ CCTV ദൃശ്യങ്ങളോ സാഹചര്യ തെളിവുകളോ ഇല്ലായിരുന്ന കേസിൽ പ്രതി പ്രകാശനെ പോലീസ് വലയിലാക്കുന്നത് ഒരു കല്ലും അതിൽ കുരുക്കിയിരുന്ന കയറിന്റെ പ്രത്യേക കെട്ടുമാണ്. ഒറ്റ നോട്ടത്തിൽ എങ്ങനെ കെട്ടിയതെന്ന് ആരും അന്താളിച്ചു പോകുന്ന തരത്തിലുള്ള പ്രൊഫഷണൽ ടച്ചുള്ള കുരുക്ക്. ആ കെട്ടിൽ തുടങ്ങിയ നിഗമനമാണ് അന്വേഷണ സംഘത്തിന് തുമ്പായത്. തങ്കമ്മയെ കാണാനില്ലെന്ന വിവരം പോലീസിന്റെ മുന്നിലേക്ക് എത്തുന്നത് കൊലപാതകം നടന്ന് 12 മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ്. കുറ്റാന്വേഷണത്തിലെ നിർണായകമായ വിലപ്പെട്ട മണിക്കൂറുകൾ അപ്പോഴേക്കും അന്വേഷണ സംഘത്തിന് കൈവിട്ടു പോയിരുന്നു. തങ്കമ്മ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളാണ്. പരിസരത്ത് CCTV ക്യാമറകളില്ല. തൊട്ടടുത്താകട്ടെ നിരവധി ആളുകൾ വന്നു പോകുന്ന ബോട്ട് ജെട്ടി. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ അറിയാതെ പോലീസ് അന്താളിച്ചു നിന്നു. ഞായറാഴ്ചയാണ് 82-കാരി കൊല്ലപ്പെട്ടത്. എന്നാൽ അന്വേഷണ സംഘത്തിനെ വഴിതിരിച്ചുവിടുന്ന നിർണായകമായൊരു മൊഴി അയൽവാസിയിൽ നിന്നും പോലീസിന് ലഭിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 7:30-ക്ക് തങ്കമ്മയെ കണ്ടു എന്നതായിരുന്നു ആ മൊഴി. 2 ദിവസത്തിനു ശേഷം കായംകുളം കായലിൽ അവരുടെ മൃതദേഹം പൊന്തി. പഴക്കം പരിഗണിച്ചാൽ തിങ്കളാഴ്ച തങ്കമ്മയെ കണ്ടുവന്ന മൊഴി കളവെന്നുറപ്പ്. അതോടെ മൊഴി നൽകിയ അയൽവാസി സംശയമുനയിലായി. കൈകാലുകൾ രണ്ടും തുണി ഉപയോഗിച്ച് ബന്ധിച്ച് കല്ലുകെട്ടി താഴ്ത്തിയ നിലയിലായിരുന്നു മൃതദേഹം കായലിൽ പൊന്തിയത്. ഒരു കല്ല് ഇളകിപ്പോയിരുന്നു, മറ്റൊന്ന് തലഭാഗത്ത് ബന്ധിച്ച നിലയിലായിരുന്നു. നൈലോൺ കയറുകൾ കൊണ്ട് ബന്ധിച്ച കല്ലിൽ നോക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥർ കല്ലുകൊണ്ട് കയർ കെട്ടിയ രീതിയും അതിലെ അസാധാരണമായ കുടുക്കും ശ്രദ്ധിച്ചു. സാധാരണയുള്ള ഒരു കെട്ട് അല്ലായിരുന്നു അത്. അതെങ്ങനെ അഴിക്കുമെന്നതും കൗതുകമായി. അവിടെ തുടങ്ങുന്നു കേസിലെ നിർണായകമായ വഴിത്തിരിവ്.
അന്വേഷണങ്ങൾക്കൊടുവിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ ഭാരമുള്ള വസ്തുക്കൾ കടലിലേക്ക് കെട്ടിയിറക്കുമ്പോൾ ഇത്തരത്തിലുള്ള കെട്ടാറുണ്ടെന്ന് കണ്ടെത്തി. അതും എല്ലാവർക്കും അങ്ങനെ ചെയ്യുക എന്നത് അസാധ്യമാണ്. അതോടെ പോസ്റ്റ്മോർട്ടം ശേഷം കല്ലും നൈലോൺ കയറും കെട്ടഴിക്കാതെ തന്നെ അന്വേഷണ സംഘം നിർണായക തെളിവായി ഏറ്റുവാങ്ങി. അപ്പോഴും വീടിന്റെ വാതിൽ തകർത്തല്ല പ്രതി അകത്തേക്ക് കയറിയതെന്നത് അന്വേഷണത്തിൽ തെളിഞ്ഞു. അതോടെ തങ്കമ്മയ്ക്ക് അറിയാവുന്ന ആരോ ഒരാളാണ് ആ വീട്ടിലെത്തിയതെന്ന സംശയം ബലപ്പെട്ടു. പരിസരവാസിയുടെ തെറ്റിദ്ധാരണാജനകമായ മൊഴി കൂടിയായതോടെ അയാളിലേക്കുള്ള സംശയത്തിന് ബലം കൂടി. പക്ഷേ ഹൃദ്രോഗിയായ അയാൾ എങ്ങനെ ഒരാളെ കൊലപ്പെടുത്തി ഒറ്റയ്ക്ക് വള്ളത്തിൽ കായലിൽ കൊണ്ട് തള്ളുമെന്ന ചോദ്യം പോലീസിനെ കുഴക്കി. പരിസരത്തെ വീടുകൾ കൂടി നിരീക്ഷണത്തിലാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടയിൽ തങ്കമ്മയുടെ കഴുത്തിൽ കെട്ടിയതിന് സമാനമായ നൈലോൺ കയർ അടുത്തുള്ളൊരു വീട്ടിൽ അയയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. വീടിന്റെ ഉടമയായ പ്രകാശനിലേക്ക് അന്വേഷണം നീങ്ങി. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു വിവരം പോലീസിന് ഒരു സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് ലഭിച്ചു. ഒരാൾ സ്വർണവുമായി വിൽപ്പനയ്ക്ക് തന്നെ സമീപിച്ചു എന്നതായിരുന്നു മൊഴി. പണം ഉടൻ നൽകാത്തതിനാൽ അയാൾ സ്വർണവുമായി തിരികെ പോയെന്നും വ്യാപാരി പറഞ്ഞു. ചിത്രങ്ങൾ കണ്ട് പ്രകാശനെ മൊഴി നൽകിയയാൾ തിരിച്ചറിഞ്ഞു. അതോടെ പ്രകാശനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചു. ഗ്യാസ് സിലിണ്ടർ വീട്ടിലേക്ക് എടുത്തു വെക്കാൻ തങ്കമ്മ പ്രകാശിന്റെ സഹായം തേടിയിരുന്നു എന്ന വിവരം ലഭിച്ചു. പ്രകാശിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മത്സ്യബന്ധനത്തിന് പോയിരുന്ന അയാൾ നൈലോൺ കയറുകൾ ഉപയോഗിച്ച് വള്ളം കെട്ടുന്നതിനും വല കടലിൽ വിരിക്കുമ്പോൾ ഭാരമുള്ള വസ്തുക്കൾ കെട്ടിത്താഴ്ത്തിയിടുന്നത് സമാനമായ രീതിയിലാണെന്നും കണ്ടെത്താനായി. ഇതിൽ അയാൾക്കുള്ള വൈദഗ്ധ്യമാണ് തങ്കമ്മയുടെ കഴുത്തിൽ കുരുക്കിയ ആ കുരുക്കിലും കല്ലിലും കാണാനായത്. സാക്ഷികൾ ഒന്നുമില്ലാതിരുന്ന ഡിജിറ്റൽ തെളിവുകൾ പേരിന് പോലും ലഭ്യമാകാതിരുന്ന കേസിൽ അന്വേഷണ സംഘത്തിന്റെ സൂക്ഷ്മതയോടെയുള്ള നീക്കമാണ് 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കണ്ടെത്താനായി ആലപ്പുഴയിലെ പോലീസിന് കഴിഞ്ഞത്. കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ മികവാർന്നൊരു അധ്യായമായി ഈ കേസിനെ നമുക്ക് പറയാനാകും. ഇതില് ആ നോട്ട്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഈ ഫിഷർമാൻ ഉപയോഗിക്കുന്ന വല താഴ്ന്നു വെക്കാൻ വേണ്ടിട്ട് വെള്ളത്തില് അവരെ പൊതുവെ പ്രൊഫഷൻ ഉണ്ടല്ലോ, ആ പ്രൊഫഷണൽ സ്കില്ലോട് കൂടിയ കെട്ടായിട്ടാണ് മനസ്സിലായത്. ആ കല്ല് കെട്ടിയിരുന്നത് അതിൽ നിന്ന് 2 എണ്ണം സ്ലിപ്പായിട്ട് വെള്ളത്തിൽ പോയിരുന്നു. 1 എണ്ണം ബോഡിയോട് ചേർന്ന് നിൽക്കണ്ടായിരുന്നു. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ അഴിഞ്ഞാടുന്ന യുവാക്കൾ നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പോലീസിനെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ തലമുറ മാറിക്കഴിഞ്ഞു. എറണാകുളം തൃക്കാക്കരയിൽ മദ്യലഹരിയിൽ ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്യാനെത്തിയ പോലീസിനെ ആക്രമിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെ കാണണം. ഇടപ്പള്ളി ട്രാഫിക് ഈസ്റ്റ് CI ഉദയകുമാറിനും പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെയായിരുന്നു പ്രതികളുടെ പരാക്രമം. കേസിൽ 5 പേരെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ ഒരു പ്രമുഖ മാളിലെ സുരക്ഷാ ജീവനക്കാരാണ് പിടിയിലായ പ്രതികൾ. പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്? ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാറുമാർ ഭക്ഷണം കഴിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസ് ആണ്, സർവൻസ് ആണ്, ജനങ്ങളുടെ സർവൻസ് ആണ്. മദ്യം കഴിച്ചോണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. തൃക്കാക്കര ഉന്നിച്ചിറയ്ക്ക് സമീപം മാരോട്ടി ചുവടിലുള്ള അപ്പാർട്ട്മെന്റിലാണ് പ്രതികളായ യുവാക്കൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. വയനാട് സ്വദേശി അക്ഷയ്, കൊല്ലം സ്വദേശി ജിനീഷ്, തിരുവനന്തപുരം സ്വദേശികളായ അജ്മൽ, അൽതാഫ്, നെമ്മാറ സ്വദേശി ഷംസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. നഗരത്തിലെ പ്രധാന മാളിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഈ 5 പേരും. ഇവർ അപ്പാർട്ട്മെന്റിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നത് പതിവാണ് എന്നാണ് പരാതി. കഴിഞ്ഞ രാത്രിയിലും ഇവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കി. പ്രദേശവാസികൾക്ക് ശല്യമായതോടെ അപ്പാർട്ട്മെന്റിലെ കെയർടേക്കർ പോലീസിൽ അറിയിച്ചു. വിവരം അറിഞ്ഞ പോലീസ് എത്തിയെങ്കിലും മദ്യലഹരിയിലായിരുന്ന പ്രതികൾ പോലീസിനെ തടഞ്ഞുവെച്ച് ബഹളം കൂട്ടി. സ്ഥിതിഗതികൾ വഷളായതോടെ ട്രാഫിക് ഈസ്റ്റ് CI ഉദയകുമാർ ഉൾപ്പെടെ കൂടുതൽ പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തി. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് CIക്ക് പരിക്കേറ്റത്. CI ഉദയകുമാറിന്റെ കൈക്ക് പൊട്ടലുണ്ട്.
തുടർന്ന് കൂടുതൽ പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെയാണ് 5 പേരെയും കസ്റ്റഡിയിലെടുത്തത്. ഇവർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമടക്കം കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സ്കൂളുകൾ തുറക്കാനിരിക്കെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. യാത്രയ്ക്കിടെ കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരായിരിക്കുമെന്നതാണ് പ്രധാന ചിന്ത. അപരിചിതരായ ആര് വിളിച്ചാലും കൂടെ പോകരുതെന്ന് മക്കളോട് നിങ്ങൾ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ പല അപകടങ്ങളും പതിയിരിക്കുന്നുണ്ടാകും. മലപ്പുറം തിരൂരിൽ ബസ് കാത്തുനിന്ന 12-കാരനെ തട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിലേക്കാണ്. കേസിൽ വെട്ടം കാഞ്ഞിരക്കോട് സ്വദേശി മുഹമ്മദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെത്തിച്ചാണ് കുട്ടിയെ 58-കാരൻ പീഡനത്തിനിരയാക്കിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പലതും പറഞ്ഞ് കബളിപ്പിച്ച് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടു പോവുകയും ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലെത്തിച്ച് പീഡനത്തിനിരയാക്കുകയും ചെയ്തെന്ന കേസിലാണ് അറസ്റ്റ്. 58 വയസ്സുള്ള തിരൂർ വെട്ടം കാഞ്ഞിരക്കോട് സ്വദേശി മുഹമ്മദ് അലിയാണ് പിടിയിലായത്. ബസ് കാത്തു നിൽക്കുകയായിരുന്ന 12 വയസ്സുള്ള ആൺകുട്ടിയെയാണ് മുഹമ്മദ് അലി സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പീഡനത്തിനിടെ മുഹമ്മദ് അലിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കുട്ടി തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഈ വീട്ടുകാരുടെ സഹായത്തോടെയാണ് കുട്ടിയുടെ വീട്ടിൽ വിവരമറിയിച്ചത്. പിന്നീട് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മുഹമ്മദ് അലിയെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് പിടികൂടിയത്. പോക്സോ നിയമത്തിലെ ഗുരുതര വകുപ്പുകളും തട്ടിക്കൊണ്ടുപോകലിന് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 7 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. മാധ്യമ പ്രവർത്തനത്തിന്റെ പേര് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തും ഭീഷണിപ്പെടുത്തിയും തട്ടിപ്പ് നടത്തുന്നവർ. ചില യൂട്യൂബർമാരുടെ പ്രധാന പരിപാടിയാണിത്. ഒരു മൈക്കും ക്യാമറയും കയ്യിലുണ്ടെങ്കിൽ ആരെയും വിരട്ടാമെന്നാണ് വിചാരം. പത്തനംതിട്ട അടൂരിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച യൂട്യൂബ് ചാനലുകാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സംഭവത്തിൽ വിസ്മയ ന്യൂസ്, ശ്രീ ബ്ലോഗ് എന്നീ യൂട്യൂബ് ചാനലുകളിൽ പ്രവർത്തിക്കുന്ന 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടായിരുന്നു ഇവരുടെ ഭീഷണി. അടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ 1-ാം പ്രതിയുടെ കുടുംബത്തെയാണ് യൂട്യൂബ് ചാനലുകാർ ഭീഷണിപ്പെടുത്തിയത്. കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രതിയുടെ ഫോണിൽ നിന്നും പോലീസിന് ലഭിച്ചത് തങ്ങളുടെ പക്കലുണ്ട്. അവ യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിക്കും എന്നായിരുന്നു പ്രതികളുടെ ഭീഷണി. ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ 10 ലക്ഷം രൂപയാണ് പ്രതികൾ ആവശ്യപ്പെട്ടത്. വിവരം അറിഞ്ഞ പോലീസ് പരാതിക്കാർക്കൊപ്പം നിന്ന് പ്രതികളെ തന്ത്രപൂർവ്വം അടൂരിലേക്ക് വിളിച്ചു വരുത്തി. വിസ്മയ ന്യൂസ് നടത്തിപ്പുകാരനായ അഗ്നി ജുവൽ, അനീഷ് വിജയൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശ്രീ വ്ലോഗ് യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാരനായ ശ്രീജിത്ത്, ഇയാളുടെ ഭാര്യ എന്നിവരാണ് കേസിൽ 1ഉം 2ഉം പ്രതികൾ. ന്യൂസ് 18 പത്തനംതിട്ട. കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരി വ്യാപനത്തിന്റെ വേരറക്കുമോ? ലഹരി ഉപയോഗിക്കുന്നവരെ പൂട്ടുന്നതിനൊപ്പം മയക്കുമരുന്ന് എത്തിക്കുന്ന ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾക്കാകും പോലീസ് മുൻഗണന നൽകുക. ഇതോടെ സംസ്ഥാനത്തെങ്ങും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ 2 സംഭവങ്ങളിലായി യുവതിയടക്കം 3 പേർ പിടിയിലായി. പട്ടുമ സ്വദേശി മുജീബുർ റഹ്മാൻ, കർണാടക സ്വദേശിനി മൈനാസ് എന്നിവരിൽ നിന്ന് MDMA കണ്ടെടുത്തു. തളിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് പിടിയിലായത്
പോലീസിന്റെ നാളുകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ്. പട്ടുവം കുന്നൂർ സ്വദേശി മുജീബ് റഹ്മാൻ, കർണാടക കൊടേകര സ്വദേശിനി മൈനാസ് മുഷ്കാൻ എന്നിവരാണ് 2.1 ഗ്രാം MDMA-യുമായി പിടിയിലായത്. MDMA വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണികളാണിവരെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം PV ശ്രീകുമാർ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ J. ജോസഫിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. $88.182 ഗ്രാം MDMA-യുമായാണ് തളിപ്പറമ്പ് സലാമത്ത് നഗറിലെ C. മുഹമ്മദ് ദിൽഷാദിനെ റൂറൽ സിറ്റി പോലീസ് കമ്മീഷണർ ഡാൻസാഫ് സംഘവും തളിപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത്. ദിൽഷാദിന്റെ വീട്ടിൽ ലഹരിമരുന്ന് സൂക്ഷിച്ചിട്ടുള്ളതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. മൈസൂരിൽ പോയപ്പോൾ വാങ്ങിയതാണെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി. MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന മെഷീനും 2,26,000 രൂപയും പോലീസ് പരിശോധനയിൽ പിടിച്ചെടുത്തു. നേരത്തെയും ലഹരിമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ള ദിൽഷാദ് ജില്ലയിലെ തന്നെ കുപ്രസിദ്ധനായ ലഹരി വിൽപ്പനക്കാരനാണെന്ന് പോലീസ് പറയുന്നു. ഇയാളുടെ കൂട്ടാളികളെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അടുത്ത കാലത്ത് തളിപ്പറമ്പിൽ നിന്ന് പിടികൂടിയ വലിയ അളവിലുള്ള രാസലഹരി വേട്ടയാണിത്. തളിപ്പറമ്പ് SI KS നിധിൻ, ഗ്രേഡ് SI CP സജിമോൻ, സീനിയർ CPO വിജേഷ്, CPO സബിത, ഡാൻസാഫ് ടീമിലെ SI PR ജിജിമോൻ, സീനിയർ CPOമാരായ T. നിഷാന്ത്, KV വിജേഷ് എന്നിവരുൾപ്പെട്ട സംഘമാണ് മിന്നൽ പരിശോധന നടത്തിയത്. ന്യൂസ് 18 കണ്ണൂർ. മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തതിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ റെയ്ഡ്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് കൊച്ചി NI യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. പരിശോധനയിൽ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ ശേഖരിച്ചെന്നാണ് സൂചന. സ്ഫോടക വസ്തുക്കളുടെ ഉറവിടം, സാമ്പത്തിക സ്രോതസ്, ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ NI അന്വേഷിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ കൊച്ചി NIA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുലർച്ചെ 5-നാണ് പരിശോധന ആരംഭിച്ചത്. കേസിൽ ഉൾപ്പെട്ട പ്രതികളുടെ വീടുകളിലടക്കമായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശോധന. നേരത്തെ മലപ്പുറത്തു നിന്നും ജലാറ്റിൻ സ്റ്റിക് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസിൽ പ്രതികളായവരുടെ വീടുകളും സ്ഥാപനങ്ങളുമാണിത്. ഈ കേസിലെ 1-ാം പ്രതി കോഴിക്കോട് മുക്കം എരഞ്ഞിമാവ് സ്വദേശി ഹാരിസിന്റെ വീട്ടിലും സ്ഥാപനത്തിലും പരിശോധന നടന്നു. മലപ്പുറം തിരൂരങ്ങാടിയിലെ ഗോഡൌണിലും ലോറി ഉടമയുടെ ഭാര്യ വീട്ടിലും പരിശോധന നടത്തി. കാസർഗോഡ് ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടുമേനി സ്വദേശി സജിയുടെ വീട്ടിലും കോറിയിലും പരിശോധന നടന്നു. സീതാങ്കോളി മുഗുവിലെ മുഹമ്മദ് സലീമിന്റെ വീട്, കണ്ണൂർ ചെറുപുഴ ചുണ്ടയിൽ അൽകുമാറിന്റെ വീട് എന്നിവിടങ്ങളിലും റെയ്ഡ് നടത്തി. ഫെബ്രുവരി 7-നാണ് ചെമ്മാട് കോഴിക്കോട് റോഡിലെ ഹോളോബ്രിക്സ് കമ്പനിക്കുള്ളിൽ ലോറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. 448 പെട്ടികളിലായി ഒളിപ്പിച്ച 89,600 ജലാറ്റിൻ സ്റ്റിക്കുകളും 10,500 നോൺ ഇലക്ട്രിക് ഷോക്ക് ട്യൂബ് ഡിറ്റണേറ്ററുകളുമാണ് അന്ന് പിടിച്ചെടുത്തത്. കർണാടകയിലെ ബിജാപൂരിൽ നിന്നാണ് ഇവ എത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അനധികൃത കോറിക്ക് വേണ്ടി എത്തിയതാണ് ഇവയെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിന് പിന്നിൽ മറ്റട്ടിമറി നീക്കങ്ങളുണ്ടെന്ന് കണ്ടെത്താനാണ് NIA-യുടെ ശ്രമം. സ്ഫോടക വസ്തുക്കളുടെ ഉറവിടം, സാമ്പത്തിക സ്രോതസ്, ഒളിവിൽ കഴിയുന്ന പ്രതികൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും രേഖകളും റെയ്ഡിലൂടെ കണ്ടെത്താനാവുമെന്നാണ് NIA-യുടെ പ്രതീക്ഷ. പിടിച്ചെടുത്ത രേഖകളും മറ്റും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കുഴൽപ്പണക്കടത്ത് വീണ്ടും സജീവമാവുകയാണ്. ട്രെയിൻ മാർഗവും ദീർഘദൂര ബസ്സുകളിലുമാണ് ഇടപാടുകൾ. പാലക്കാട് ഷൊർണൂരിൽ വൻ കുഴൽപ്പണ വേട്ട നടന്നു. രേഖകളില്ലാതെ കടത്തിയ 19 ലക്ഷം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചതെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ പരസ്പര വിരുദ്ധമായാണ് പ്രതി മൊഴി നൽകുന്നത്.
ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംശയാസ്പദമായ രീതിയിൽ ബാഗുമായി നിന്ന യുവാവിനെ ഷൊർണൂർ പോലീസ് പരിശോധിച്ചപ്പോഴാണ് കുഴൽപ്പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ മഹാരാഷ്ട്ര സ്വദേശിയായ സന്തോഷിനെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്രയിൽ നിന്നും ട്രെയിൻ മാർഗം ഷൊർണൂരിൽ എത്തിച്ച് അവിടെ നിന്നും ബസ് മാർഗം തൃശൂരിലേക്ക് പണം കടത്താനായിരുന്നു പ്രതി ലക്ഷ്യമിട്ടത്. സന്തോഷിന്റെ ബാഗിൽ നിന്നും 19,60,000 രൂപ കണ്ടെടുത്തു. 2025 സെപ്റ്റംബറിൽ രേഖകളില്ലാതെ 33 ലക്ഷം രൂപ കടത്തിയതിന് കുഴൽമന്ദം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പി സാജു കെ ഇബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ CI പി വിഷ്ണു, SI KP അശ്വിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി സജീഷ്, ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നീ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 തള്ളിയത്. നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ 15 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പിടിയിലായത് നിലമ്പൂർ സ്വദേശി നികേഷ് ബാലകൃഷ്ണൻ. പാലക്കാട് കോർട്ട് റോഡിലെ ശ്രീ ആനന്ദ് ജ്വല്ലറിയിൽ മോഷണശ്രമം. സംഭവത്തിൽ പാലക്കാട് സൗത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ട BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ. ശബ്ദ സന്ദേശം മരണമൊഴിയായി രേഖപ്പെടുത്തി കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം. കണ്ണൂരിൽ മുൻ കൗൺസിലറായ കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ 2 SIമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. രഞ്ജിത്ത് താളിക്കാവിനെ മർദ്ദിച്ച സംഭവത്തിലാണ് SIമാരായ രാജീവൻ, ബിനു കൃഷ്ണൻ, ഇവർക്കൊപ്പമുണ്ടായിരുന്ന തൻസീർ എന്നിവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. കോഴിക്കോട് മേപ്പയൂരിലെ ഒരു സാധാരണ കുടുംബം. അച്ഛനും അമ്മയും തൊഴിലാളികൾ, മകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി. കുടുംബത്തിന്റെ സാഹചര്യങ്ങളൊന്നും നോക്കാതെ അടിച്ചുപൊളി ജീവിതം നയിക്കുന്നവനാണ് ആ 15-കാരൻ. കയ്യിൽ ആവശ്യത്തിന് പണം. ഒരു ദിവസം അവൻ വീട്ടിൽ ബൈക്കുമായി എത്തിയപ്പോൾ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നിയതാണ്. അന്നൊരു സുഹൃത്ത് താൽക്കാലികമായി ഉപയോഗിക്കാൻ നൽകിയതെന്നായിരുന്നു മകന്റെ മറുപടി. കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അത് മോഷ്ടിച്ച ബൈക്കാണെന്ന് മാതാപിതാക്കൾ പോലും അറിയുന്നത്. ഈ കേസ് കേവലമായി ഒരു ബൈക്ക് മോഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിടിയിലായ കുട്ടികൾ ഉൾപ്പെടുന്ന സംഘം മുൻപും സമാനമായ മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു. ലഹരി മരുന്ന് നൽകി കുട്ടികളെ മോഷണത്തിനും ലഹരിക്കടത്തിനുമുള്ള ക്യാരിയർമാരാക്കി മാറ്റുന്ന സംഘമാണോ ഇതിന് പിന്നിൽ? സ്കൂൾ വിദ്യാർത്ഥികളെ കൃത്യമായ ആസൂത്രണത്തോടെ ലഹരി മാഫിയകൾ വലയിലാക്കുകയാണോ? പോലീസും എക്സൈസും മാത്രമല്ല, അധ്യാപകരും കുടുംബങ്ങളും ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകും. നമസ്കാരം.